ധ്യാനത്തിനായി ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 35 വേഴ്സസ് 1 to 7. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ജനസിസ് ചാപ്റ്റർ 35 വേഴ്സസ് 1 to 7. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ ഏശാവിന്റെ മുൻപിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവീൻ. നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോകാം. എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റും ഇരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല. യാക്കോബും കൂടെയുള്ള ജനമൊക്കെയും കനാൻ ദേശത്തിലെ ലൂസ് എന്ന ബഥേലിലെത്തി. അവിടെ അവനൊരു യാഗപീഠം പണിതു. തന്റെ സഹോദരന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവന് അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് ഏൽ ബഥേൽ എന്ന് പേർ വിളിച്ചു. പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വിലയേറിയ തിരുവചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ നിന്റെ വചനം ധ്യാനിപ്പാൻ ഈ 2020 അവസാന നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് തരുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ബലഹീനനായ അടിയനെ ശക്തീകരിക്കണമേ. നിന്റെ വചനത്തിന്റെ ആഴം ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ ഈ വർഷാവസാന പുതുവർഷ ആരംഭ ശുശ്രൂഷയുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ വേദഭാഗത്തിന്റെ തലക്കെട്ട് ഡയറക്ഷൻസ് ഫോർ എ ഹാപ്പി ന്യൂ ഇയർ എന്നാണ്. പുതിയ ഒരു സന്തോഷകരമായ വർഷത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ. Directions for a happy new year. God is the giver of new things, and now God has given us a brand new year. The old year, with all its problems, with all its mistakes, and even with all of its victories, is gone. Last year is behind us now. We are on the threshold of a wonderful new year. It is going to be a wonderful new year. ദൈവം എപ്പോഴും പുതിയ കാര്യങ്ങൾ നമുക്ക് തരുന്ന ദൈവമാണ്. അല്ലെങ്കിൽ ദൈവം തന്നിട്ടല്ലാതെ പുതിയതൊന്നും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയില്ല. കഴിഞ്ഞ വർഷം അതിൻ്റെ പ്രശ്നങ്ങളോടും പ്രതികൂലങ്ങളോടും പ്രയാസങ്ങളോടും കൂടെ നമ്മെ വിട്ട് കടന്നുപോയി. അതിനി മടങ്ങി വരികയില്ല. പുതിയൊരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നിശ്ചയമായും പുതിയ വർഷം പുതിയത് തന്നെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. If you are going to have a happy new year, you are going to have to follow the directions of God. ഒരു പുതിയ വർഷം അനുഭവിക്കാനായിട്ട് ഒരുങ്ങുന്ന നിങ്ങൾ ദൈവത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുഭവിച്ചെങ്കിൽ മാത്രമേ അത് സാധ്യമായി തീരുകയുള്ളൂ.
The way a team begins a game is very important. The way you begin a new task in a job is very important. The way a singer begins a song is very important. So it is important that you begin this new year in the right way. ഒരു ഗെയിം ആരംഭിക്കുന്നത് എങ്ങനെയെന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ജോലിയിൽ ഒരു പുതിയ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റുവാൻ ആരംഭിക്കുന്നത് എങ്ങനെയെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പാട്ട് പാടുന്നയാൾ ഒരു പാട്ട് എങ്ങനെ ആരംഭിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ പുതിയ വർഷം നാം എങ്ങനെ ആരംഭിക്കുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. How do we begin the new year is very important. 3 ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്നത്. ഒന്നാമതായിട്ട്, we must remember. നാം നിശ്ചയമായും ചില കാര്യങ്ങൾ ഓർമ്മിക്കണം, ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. മെമ്മറീസ്, ഓർമ്മകൾ ഉണ്ടായിരിക്കണം. We must remember certain things when we begin a new year. Now look at 3 directions for a happy new year from the life of a man named Jacob. യാക്കോബ് എന്ന മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് 3 മാർഗനിർദ്ദേശങ്ങളാണ് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങളോട് എനിക്ക് പങ്കിടാനായിട്ട് ഉള്ളത്. Jacob was a man who had missed out many times on the will of God for his life. യാക്കോബ് എന്ന മനുഷ്യൻ ദൈവത്തിന്റെ താല്പര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരാളാണ് പലപ്പോഴും. God had great plans for him. So in Genesis 35 verse 1 we read, Jacob is directed to remember. And the first direction for a happy new year is what that we must remember. It says in verse 1, ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അനന്തരം ദൈവം യാക്കോബിനോട്, God said to Jacob, arise, go up to Bethel and settle there. Make an altar there to the God who appeared to you when you fled from your brother Esau. നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ ഏശാവിന്റെ മുൻപിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ, നീ കല്ല് തലയിണയാക്കി വെച്ച് ഉറങ്ങുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. You go to Bethel and erect an altar for God. നീ ബഥേലിൽ ചെന്ന് അവിടെ ഒരു യാഗപീഠം പണിയണം. എവിടെയാണ് ബഥേൽ? Where is Bethel? തന്റെ ജ്യേഷ്ഠ സഹോദരനെ കളിപ്പിച്ച് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്ത് അപ്പന്റെ അനുഗ്രഹം കബളിപ്പിച്ചു വാങ്ങി അമ്മാച്ചന്റെ വീട്ടിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുമ്പോൾ ഒരു കല്ലെടുത്ത് തലയിണയായി വെച്ച് ഉറങ്ങുവാൻ കിടന്ന യാക്കോബിന് ദൈവത്തിന്റെ ദർശനമുണ്ടായ സ്ഥലത്തിന്റെ പേരാണ് ബഥേൽ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, അവന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം പ്രത്യക്ഷനായ സ്ഥലമാണ് ബഥേൽ എന്ന് പറയുന്നത്. God is saying to Jacob, I want you to remember some things that are important in your life. I am giving you a new opportunity
to remember those things. I am giving you a new beginning. I am giving you another chance. But Jacob, as you begin this new relationship with me, I want you to remember that when I appeared to you, when you made that vote to me, I want you to remember that time when I was so real in your life. ദൈവം യാക്കോബിനോട് പറയുകയാണ്, നിനക്ക് ഞാൻ ഏറ്റവും സമീപസ്ഥനായി തോന്നിയ ഒരു ദിവസമുണ്ടല്ലോ, ഒരു രാത്രി ഉണ്ടല്ലോ, നിന്റെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നെ കാണുവാൻ ഞാൻ ഇറങ്ങി വന്ന ഒരു സന്ദർഭമുണ്ടല്ലോ, അത് ഓർത്തെടുക്കുവാൻ ഞാൻ നിനക്ക് ഒരവസരം കൂടെ തരുന്നു എന്നാണ് ദൈവം ഇവിടെ യാക്കോബിനോട് പറയുന്നത്. And now God comes to you and says to you on the eve of a new year, on the beginning of a new year, remember, പ്രിയപ്പെട്ട ദൈവ മക്കളെ, എന്നോടും നിങ്ങളോടും ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളിൽ ദൈവം പറയുന്നത് ഓർമ്മിക്കുക എന്ന ഒരു വാക്കാണ്. നിന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ, നിന്റെ രോഗങ്ങളുടെ നടുവിൽ, കോവിഡിന്റെ നടുവിൽ, ലോക്ക്ഡൌണിന്റെ നടുവിൽ ഞാൻ ഇറങ്ങി വന്ന സന്ദർഭങ്ങളെ നീ ഒന്ന് ഓർക്കേണ്ട രാത്രിയാണ് ഈ രാത്രി എന്ന് ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്. And first of all, we need to remember the forgiveness of God. ദൈവത്തിന്റെ ക്ഷമയെ ഞാനും നിങ്ങളും ഓർക്കേണ്ട നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങൾ. Because just as we have failed at times in past year, we are likely to make a few mistakes in the coming year. And when we make mistakes, we need to remember that God is a God of forgiveness. That God is willing today to forgive our past. He is willing to forgive our sins. And He is willing to provide pardon for everything we have done and give us a brand new start. 2020 ദൈവ കൽപ്പനകൾ ഞാനും നിങ്ങളും ലംഘിച്ച സമയങ്ങളിൽ, ദൈവത്തെ മറന്നുപോയ സന്ദർഭങ്ങളിൽ, ദൈവ വഴിവിട്ട് മാറി നടന്നപ്പോൾ നമ്മോട് ക്ഷമിച്ച ഒരു ദൈവത്തെ ഓർക്കേണ്ട നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങൾ. Some people use desk calendars. They are the kind where they make the appointments for a certain day, and then the next day they tear that day off and throw it away. ഓരോ ദിവസത്തേക്കുള്ള കലണ്ടറുകൾ, പ്രോഗ്രാമുകൾ മേശപ്പുറത്ത് വയ്ക്കുന്ന ആളുകളുണ്ട്. അതാത് ദിവസത്തെ പ്രോഗ്രാമുകൾ കഴിയുമ്പോൾ ആ ഷീറ്റ് കീറിയെടുത്ത് അവർ ചുരുട്ടി ചവറ്റുകൊട്ടയിൽ ഇട്ട് കളയും. And they begin fresh and new on a brand new page. അവരെ വീണ്ടും പിറ്റേ ദിവസത്തേക്ക് പുതിയൊരു പേജാണ്, പുതിയൊരു താളാണ് സെലക്ട് ചെയ്യുന്നത്. A brand new page. God is saying here, Jacob, you can have a brand new page. God is saying, Jacob, the past can be waded up and thrown away like a scrap piece of paper, like a day that gone by. യാക്കോബിനോട് ദൈവം പറയുന്നത് ഇത് തന്നെയാണ്. യാക്കോബേ, നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ദിവസങ്ങളെ ഈ കലണ്ടറിലെ പേപ്പർ പോലെ നിനക്ക് മാറ്റിക്കളയാനായിട്ട് സാധിക്കും. And Jacob,
I will forgive you for the things you have done. നീ ചെയ്ത കുറ്റങ്ങളെ ഞാൻ നിന്നോട് ക്ഷമിക്കും. I will forgive your sins and I will give you a new opportunity. നിന്റെ പാപങ്ങളെ നിന്നോട് ക്ഷമിച്ച് നിനക്ക് ഒരു പുതിയ അവസരം ഞാൻ നൽകും എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, 2020 നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ പാപങ്ങൾ രക്താംബരം പോലെ കടുംചുവപ്പായിരുന്നപ്പോൾ അവയെ ഹിമം പോലെ വെളുപ്പിച്ച ദൈവകൃപയെ നമുക്കൊന്ന് ഓർക്കാം. ദൈവ വഴിവിട്ട് ഞാനും നിങ്ങളും മാറിപ്പോയപ്പോൾ നമ്മെ തള്ളിക്കളയാതെ ഇരുന്ന അവിടുത്തെ കരുണയെ നമുക്കൊന്ന് ഓർമ്മിക്കാം. ദൈവ വിഷയമായി ചിലവിടുവാൻ സമയമില്ലാതെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓടി നടന്നിട്ടും നമ്മെ ശിക്ഷിക്കാത്ത ദൈവത്തിന്റെ ദീർഘക്ഷമയെ നമുക്കൊന്ന് ഓർമ്മിക്കാം. യാക്കോബേ, നീ നിന്റെ ജ്യേഷ്ഠനെയും നീ നിന്റെ അപ്പനെയും വഞ്ചിച്ച് ഓടിപ്പോകുമ്പോൾ, കൂട്ടിനാരുമില്ലാത്തപ്പോൾ നിന്നെ സന്ദർശിച്ച എന്റെ കൃപയെ നീ ഒന്ന് ഓർമ്മിക്കുക. ഈ രാത്രി നമുക്കും ഓർക്കാം ദൈവത്തിന്റെ മഹാക്ഷമയെ. But not only do we need to remember that God is a God of forgiveness, but God is a God of patience. ദൈവം ക്ഷമിക്കുന്നവൻ മാത്രമല്ല, അവൻ ക്ഷമയോടെ കാത്തിരിക്കുന്നവൻ കൂടെയാണ്. We have had a lot of time to serve God. God has given us the whole past year to serve Him and do things we ought to do. And sometimes we haven't done them. And we need to remember that God hasn't given upon us yet. That God has given us another year in which to serve Him, another day in which to serve Him. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ദീർഘക്ഷമ, പേഷ്യൻസ്. ദൈവത്തിന്റെ ദീർഘക്ഷമ കൊണ്ടല്ലേ ഞാനും നിങ്ങളും ഈ രാത്രി സർവീസിൽ ഇന്ന് പങ്കെടുക്കാൻ സാധിച്ചത്. ഇപ്പോഴും നമ്മൾ പലരും ദൈവത്തിന്റെ ക്ഷമയെ പരീക്ഷിക്കുകയാണ്. നമ്മുടെ റെക്കോർഡ് അനുസരിച്ച് നമുക്ക് 240+ ഫാമിലീസ് ഉണ്ട്. ഇന്ന് ഈ ഓൺലൈൻ സർവീസിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ 136 ആണ്. അതിൽ തന്നെ ചില വീടുകളിൽ 1ഉം 2ഉം അതിലധികവും ഗാഡ്ജറ്റ്സ് ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു വർഷം മുഴുവൻ ക്ഷമയോടെ നമ്മുടെ തെറ്റുകളെ ഓർക്കാതെ നമ്മെ കാത്ത ദൈവത്തിന് ഒരു നന്ദി പറഞ്ഞ് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ എന്തേ നമ്മുടെ ആളുകൾക്ക് സാധിക്കുന്നില്ല? നമ്മുടെ യങ് മിഡിൽ ഏജ് ആളുകളൊക്കെ എവിടെയാണ്? ചിലപ്പോൾ സുഖമായി ഉറങ്ങുകയായിരിക്കും, അല്ലെങ്കിൽ ചില ന്യൂ ഇയർ പരിപാടികൾ ടിവിയിലോ മറ്റോ വീക്ഷിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോളിഡേ പോയിരിക്കുകയായിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പേഷ്യൻസിനെ ഒരിക്കലും ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്.
റോബർട്ട് ഇംഗർസോൾ എന്ന പ്രസിദ്ധനായ എഥീസ്റ്റ്, നിരീശ്വരവാദി, he used to give lectures on atheism, and he tried to convince people that there was no God. One of his stunts was to take a stopwatch, and in his speech he would hold up the stopwatch and say, there are 60 seconds on this clock. I am going to show you that there is no God. And then he would say, if there is God, I want God to strike me dead to prove his existence in the next 60 seconds. And he would start the watch, and he would blaspheme God and curse God's name and deny the existence of God. And the entire crowd would just be breathless in anticipation. And 60 seconds would pass. And he would say, see, I told you there was no God. There isn't any such things as God. ഈ റോബർട്ട് ഇംഗർസോൾ ദൈവമില്ലെന്ന് തെളിയിക്കാനായി നടത്തുന്ന പ്രസംഗങ്ങളിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു പരിപാടിയാണ് തന്റെ കയ്യിലുള്ള സ്റ്റോപ്പ് വാച്ച് ഉയർത്തി കാണിക്കും. 60 സെക്കൻഡ് അതിൽ സെറ്റ് ചെയ്യും. എന്നിട്ട് അദ്ദേഹം കാണികളോട് പറയും, ദൈവം എന്നൊന്നില്ല, ദൈവം എന്നൊന്നുണ്ടെങ്കിൽ ഈ 60 സെക്കൻഡുകൾ തീരുന്നതിന് മുൻപേ എന്നെ ഇവിടെ കൊന്നിടണം. 60 സെക്കൻഡിനുള്ളിൽ അദ്ദേഹം ദൈവത്തെ വല്ലാതെ നിന്ദിച്ച് പ്രസംഗിക്കും. 60 സെക്കൻഡ് കഴിയുമ്പോൾ ഇംഗർസോൾ വാച്ച് ഉയർത്തിപ്പിടിച്ച് കാണികളോട് പറയും, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ദൈവമില്ലെന്ന്? ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കൊന്നുകളഞ്ഞേനെയും, ദൈവമില്ല എന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോസഫ് പാർക്കർ എന്ന ഒരു സുവിശേഷ പ്രസംഗകൻ ബ്രിട്ടനിൽ നിന്നും അമേരിക്കയിൽ വന്നത്. അദ്ദേഹത്തോട്, ജോസഫ് പാർക്കറിനോട് ആളുകൾ പറഞ്ഞു, ഇങ്ങനെ ഇംഗർസോൾ എന്ന ഒരാൾ ദൈവമില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി പ്രസംഗം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. 60 സെക്കൻഡിനുള്ളിൽ ദൈവം എന്നൊരു റിയാലിറ്റി ഉണ്ടെങ്കിൽ എന്നെ നശിപ്പിക്കണം, ഇല്ലെങ്കിൽ ദൈവമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. 60 സെക്കൻഡ് കഴിഞ്ഞും ഇംഗർസോൾ ജീവിച്ചിരിക്കുന്നു. എന്താണ് കാരണമെന്ന് ജോസഫ് പാർക്കറോട് ചോദിച്ചു. Joseph Parker said, well, who does that foolish American thing? He is to think that he can exhaust the patience of Almighty God in 60 seconds. സർവശക്തനായ ദൈവത്തിന്റെ ക്ഷമയെ 60 നിമിഷം കൊണ്ട് പരീക്ഷിക്കാമെന്ന് വിചാരിക്കുന്ന ഈ പമ്പര വിഡ്ഢി ആരാണ് എന്നാണ് ജോസഫ് പാർക്കർ ചോദിച്ചത്. My dear friends, we have failed God many times in 2020, but we have not exhausted his patience. We have failed God many times in 2020, but we have not exhausted God's patience. ദൈവത്തിന്റെ ക്ഷമയെ പിന്നെയും പിന്നെയും പരീക്ഷിച്ചവരാണ് ഞാനും നിങ്ങളും 2020. എന്നാൽ അവന്റെ ക്ഷമയെ തീർത്തു കളയുവാൻ, അവന്റെ ക്ഷമയെ ഇല്ലാതെയാക്കുവാൻ, എക്സോസ്റ്റഡ് ആക്കുവാൻ നമുക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്. ദൈവത്തിന്റെ പേഷ്യൻസ് നമ്മെ നിലനിർത്തി എന്ന് ഓർമ്മിക്കേണ്ട നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങൾ. Lamentations 3:22 and 23.
വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യങ്ങൾ. Because of the Lord's great love, we are not consumed, for his compassion never fail. They are new every morning. Great is your faithfulness. നാം മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതും ആകും. പ്രിയമുള്ളവരെ, 2020 അവസാന നിമിഷങ്ങളിൽ ഞാനും നിങ്ങളും ഓർക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ ക്ഷമ തീർന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. God's patience not exhausted. അതുകൊണ്ടാണ് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്. ഇത് ഓർക്കേണ്ട രാത്രിയാണ്, ഇത് ഓർക്കേണ്ട നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങൾ എന്ന് നാം ഒരിക്കലും മറന്നു പോകാനായിട്ട് ഇടയായിട്ട് തീരും. God is saying to us, I will give you one more year. I will give you one more chance. ഞാൻ നിനക്ക് ഒരു വർഷം കൂടെ തരികയാണ്. ഞാൻ നിനക്ക് ഒരവസരം കൂടെ തരികയാണ്. We are very familiar with the story of a man who had a fig tree in his vineyard. തന്റെ മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം നട്ട യജമാനനെ കുറിച്ച് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ധ്യാനിച്ചല്ലോ. And it didn't produce fruit. So the owner of the orchard said, cut it down. The caretaker said, sir, give me one more opportunity. Let me have one more year to try. Let me have one more year to try. നമ്മളെ ഒരു വർഷം കൂടെ ദൈവം നിലനിർത്തുകയാണ്. അവന്റെ ക്ഷമയെ പരീക്ഷിക്കല്ലേ, അവന്റെ ദീർഘക്ഷമയെ എക്സോസ്റ്റ് ചെയ്യുവാൻ പരിശ്രമിക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറക്കാതെ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും. രണ്ടാമതായിട്ട്, we need to repent. Verse 2. So Jacob said to his household and to all who were with him, put away the foreign gods that are among you, and purify yourselves and change your clothes. നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളെ നീക്കിക്കളവീൻ, നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവീൻ, അനുതപിക്കുവീൻ എന്നാണ് ദൈവം ഈ പുതിയ വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മോട് പറയുന്നു. Repentance. If you want the joy of the Lord in the new year, if you want the power in next year, if you want the power of prayer, then you have to repent. നമ്മളവിടെ വായിക്കുകയാണ്, അവരവരുടെ അന്യ ദൈവങ്ങളെ എടുത്ത് ശേഖേമിലുള്ള കരിവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു. And I want to tell you, for every single idol in your life, for everything in your life that is more important to you than God, there has to be a burial service if you are going to have a happy new year. ദൈവത്തെക്കാൾ വിലപിടിപ്പുള്ള എന്തിനെങ്കിലും, നിന്റെ ജോലിയെയോ സൗന്ദര്യത്തെയോ മക്കളെയോ ജീവിതത്തിൽ വിലപ്പെട്ടതായി കാണുന്നുവെങ്കിൽ അതിനെ കുഴിച്ചിടേണ്ടത് ആവശ്യമാണ്. For everything in your life that is more important to you than God, there has to be a burial service if you are going to have a happy new year.
because those idols will stand between you and God, and they will keep you from being for God what God wants you to be. And you will not have the joy of the Lord that God wants you to have unless you are willing to repent. Repent means turning. It means a change, and it means a new direction. അനുതാപം എന്ന് പറഞ്ഞാൽ അത് ഒരു മാറ്റമാണ്, അത് ഒരു പുതിയ ദിശയിലേക്കുള്ള യാത്രയാണ്, അതൊരു തിരിച്ചുവരവാണ്. രണ്ട് ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ശ്രമിച്ചത്. ഒന്ന്, വി മസ്റ്റ് റിമെമ്പർ. എന്തൊക്കെയാണ് ഓർക്കേണ്ടത്? വി മസ്റ്റ് റിമെമ്പർ ദ ഫോർഗീവ്നെസ് ഓഫ് ഗോഡ്, and we must remember the patience of God. ദൈവത്തിന്റെ forgiveness, ദൈവത്തിന്റെ patience, അതൊരിക്കലും മറക്കരുത്. 2020 ദൈവം നമ്മോട് പൊറുത്തത്, ദൈവം നമ്മോട് ക്ഷമിച്ചത് ഒരിക്കലും മറക്കരുത്. അതുകൊണ്ടാണ് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ നമുക്കിടയാവുന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞത്, we need to repent. നാം അനുതപിക്കും. ദൈവത്തെക്കാൾ വലുതായി നാം കൊണ്ടു നടക്കുന്ന എല്ലാറ്റിനെയും കുഴിച്ചു മൂടേണ്ട നിമിഷമാണ് ഈ നിമിഷം. There has to be a burial service. ദൈവമേ, നിന്നേക്കാൾ വലുതെന്ന് കരുതിയതിനെയൊക്കെ ഞാൻ ഈ രാത്രി കുഴിച്ചു മൂടുകയാണ്. നിന്നേക്കാൾ വിലപ്പെട്ടതൊന്നും 2021 എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ദൈവസന്നിധിയിൽ പറയേണ്ട നിമിഷങ്ങളാണ്. കണ്ണുകൾ അടയ്ക്കാം, ശാന്തമായി ദൈവസന്നിധിയിൽ ആയിരിക്കാം. ദൈവത്തോട് നമുക്ക് ക്ഷമയാചിക്കാം. ദൈവത്തെ മറന്നുപോയതെന്ന് കരുതി ഞാൻ കൊണ്ടു നടക്കുന്ന എല്ലാറ്റിനെയും ഈ രാത്രി ഞാൻ ഉപേക്ഷിച്ച് നിന്റെ സന്നിധിയിൽ ഞാനൊരു പുതിയ സൃഷ്ടിയായി മാറും. പഴയതിനെ ഞാൻ കുഴിച്ചിടുന്നു. പുതിയ ഒരു അനുഭവത്തിലേക്ക് നിന്നോടൊപ്പം പ്രവേശിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഇന്നയോളം തുണച്ചോനെ ഇനിയും തുണയ്ക്ക എന്ന പാട്ട് ക്രിസ്തീയ കീർത്തന